തിരുവനന്തപുരത്ത് പൂവച്ചൽ പേഴുമൂട്ടിൽ തെരുവുനായയുടെ ആക്രമണം. വീട്ടമ്മയുടെ കൈവിരൽ തെരുവുനായ കടിച്ചെടുത്തു. 61-കാരിയായ ഓമനയുടെ ഇടത് കൈവിരലാണ് നായ കടിച്ചെടുത്തത്. സമീപവാസികളായ 4 പേർക്കും തെരുവുനായയുടെ കടിയേറ്റു. വീട്ടിൽ കയറിയാണ് തെരുവുനായ എല്ലാവരെയും ആക്രമിച്ചത്. ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. പേവിഷബാധ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. നേരത്തെയും ഈ പ്രദേശത്ത് 12ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നമസ്കാരം കഴിഞ്ഞു എൻ്റെ ഭാര്യ ബാക്കിലെ ഡോർ തുറക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് ഒരു ബഹളം കേട്ടു. ഞാനും ഓടി വന്നപ്പോൾ പട്ടി കടിച്ചു പിടിക്കുകയായിരുന്നു. പട്ടിയെ എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ പട്ടി എൻ്റെ മേലെ ആക്രമിച്ചു. പട്ടിയെ ഞാൻ വല്ലവരെ ചവിട്ടി ഓടിച്ചത് മതിൽ ചാടി താഴത്തെ വീട്ടിൽ വന്നു. അവരെ രണ്ടുപേരെയും അവർ സൗണ്ട് കേട്ട് ഡോർ തുറക്കുകയായിരുന്നു. അപ്പോൾ പട്ടിയെ ആക്രമിച്ച് അകത്ത് കയറി. അവിടെ വെച്ച് അവരെ രണ്ടുപേരെയും കടിച്ചു. ഈ വിരലെല്ലാം കടിച്ച് പിന്നി കളഞ്ഞു. എൻ്റെ ഭാര്യയുടെ ഉക്കിറ്റ് മൊത്തം കടി ഊടുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു അളവൽ കിട്ടി. അതും TTLC. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന, ഗുഡ് മോർണിംഗ് സാന്ത്വന. പക്ഷേ വാർത്ത അത്ര നല്ല വാർത്തയല്ല. വീണ്ടും നായയുടെ ആക്രമണം ഉണ്ടാവുന്നു. ഇത്തവണ വിരല് കടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ ഭയന്നിട്ടുണ്ടാവും, മാത്രമല്ല വേദന സഹിച്ചിട്ടുണ്ടാവും. ആ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് സാന്ത്വന ലഭിക്കുന്ന വിവരം? അരുൺ, ഈ തെരുവുനായകളെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ശക്തമായി നടക്കുന്നു എന്ന് പറയുന്നതിനിടെയാണ് ഓരോ ദിവസവും തെരുവുനായ ആക്രമണങ്ങൾ കൂടി വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പേഴുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ 4 പേർക്കാണ് ഈ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. അതിൽ തന്നെ ഈ 61-കാരിയായ ഓമന എന്ന് പറയുന്ന സ്ത്രീയുടെ വലത് കൈയിലെ നടുവിരൽ അത് ഈ തെരുവുനായ ആക്രമണത്തിനിടെ കടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. 4ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ പൂവച്ചൽ തന്നെയുള്ള ഒരു വീട്ടിലേക്ക് ഈ നായ ഓടിക്കേറുകയായിരുന്നു. അവിടെ ഷാമില ബീവി എന്ന് പറയുന്ന 51-കാരിക്കാണ് ആദ്യം തെരുവുനായയുടെ കടിയേറ്റത്. അവർ പാചകം ചെയ്യുന്നതിന് വേണ്ടി അടുക്കള വാതിൽ തുറന്ന സമയത്താണ് ആദ്യം ഈ നായ അകത്തേക്ക് വന്ന് കയറിയത്. അകത്തേക്ക് വന്ന് കയറുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്തു. ഇവരുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഭർത്താവ് മാഹിൻ ഖാൻ അടുക്കളയിലേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹത്തെയും നായ കടിച്ചു. ഈ ഷാമില ബീവിയുടെ കാലിന് ഏതാണ്ട് 4ഓളം തുന്നലുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്രയും വലിയ ആക്രമണമാണ് അവരുടെ കാലിന് ഏറ്റത്. അതിനുശേഷം ഭർത്താവായ മാഹിൻ ഖാനിനെയും തെരുവുനായ ആക്രമിച്ചു. അവര് അവിടെ നിന്ന് ബഹളം വെച്ചതോടുകൂടി തന്നെ നായ ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെയാണ് ഈ ഓമന ഉണ്ടായിരുന്നത്, 61 വയസ്സുകാരി. അവരുടെ കൈവിരലിലാണ് ആദ്യം കടിച്ചത്. അവരുടെ കരച്ചിൽ കേട്ടാണ് ഭർത്താവ് ഓടിയെത്തുന്നത്. അദ്ദേഹത്തെയും ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ 4 പേർക്കാണ് കടിയേറ്റത്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ ബഹളമുണ്ടാക്കിയതോടെ പ്രദേശവാസികളൊക്കെ ഓടി വന്ന നായയെ ആ വീടിനുള്ളിലിട്ട് പൂട്ടുകയാണ് ചെയ്തത്. കാരണം ഈ നായ ഓടിപ്പോയി മറ്റാരെയും കടിക്കേണ്ട എന്ന് കരുതിയാണ് വീടിനുള്ളിൽ പൂട്ടിയിട്ടത്. ശേഷം അവിടുത്തെ പ്രദേശവാസികളെയും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളെയും ഒക്കെ തന്നെയും വിവരം അറിയിച്ചു. അവർ വന്ന് ഈ നായയെ പിടിക്കുന്ന ആളുകളെ വിവരം അറിയിച്ച് അവർ വന്ന് ഈ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ നായ അവിടെ ചത്ത നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ട്. അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഈ നായയുടെ സാമ്പിളുകളൊക്കെ തന്നെയും ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലമാണ് ഇനി വരേണ്ടതുള്ളത്. അത് മാത്രമല്ല അരുൺ, ഈ പ്രദേശത്ത് കഴിഞ്ഞ മെയ് 1-ാം തീയതി പോലും 12 പേർക്ക് ഒരു പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു. അന്ന് ഈ 12ഓളം പേര് ചികിത്സ തേടിയ ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരന്തരമായി ഈ പ്രദേശത്ത് ഇങ്ങനെ തെരുവുനായയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അത് പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടാകുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് എന്നാണ് അരുൺ ഇപ്പോൾ പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്.